ഇന്ന് രാവിലെ ഉണ്ടായ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ഇറാനെ വളരെ പ്ലാൻഡായി കോർഡിനേറ്റഡായി അവിടുത്തെ റെജീം ചേഞ്ച് മാത്രം ലക്ഷ്യമിട്ട് ആക്രമിച്ച ഏതെങ്കിലും തരത്തിലുള്ള ന്യൂക്ലിയർ ഡീലല്ല, ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളുടെ ഭാഗമല്ല, പ്യുവർലി അമേരിക്കയും ഇസ്രായേലും ആവശ്യം ഖാമനേ ഭരണകൂടത്തെ അട്ടിമറിക്കുക, അവിടെ മറ്റൊരു അമേരിക്കയ്ക്ക് പറ്റിയ ഇസ്രായേലിന് പറ്റിയൊരു ഭാവ ഭരണകൂടത്തെ സ്ഥാപിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി ലക്ഷ്യം വെച്ച് നടത്തിയ 30 പ്രധാനപ്പെട്ട ഇറാനിയൻ നേതാക്കളെ ലക്ഷ്യമിട്ട് ആയത്തുള്ള അലി ഖമനൈ, അവരുടെ പ്രസിഡന്റ് പെഷസ്കിയാൻ അടക്കം അവിടുത്തെ പ്രധാനപ്പെട്ട കമാൻഡർമാരടക്കം 30 പ്രധാനപ്പെട്ട ഇറാന്റെ നട്ടലുകളായ നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു 30 ബോംബുകളിൽ ഏതാനും കമാൻഡർമാർ നഷ്ടപ്പെട്ട കാര്യം പറയുന്നുണ്ട് അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ. പക്ഷേ ആയത്തുള്ള അലി ഖമനയുടെ കാര്യമോ പ്രസിഡന്റ് മഹ്മൂദ് പെഷസ്കിയാന്റെ കാര്യമോ ഒന്നും ഇപ്പോഴും വ്യക്തമല്ല, എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അതോടൊപ്പം തന്നെ ഖാമനയുടെ പാലസ് കോമ്പൗണ്ടിൽ മാത്രം ഇട്ടത് 30 ശക്തിയേറിയ ബോംബുകളാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. ഇറാൻ തിരിച്ചടിച്ചത് ഇസ്രായേലിലേക്ക് മാത്രമല്ല, അവർക്ക് ചുറ്റുമുള്ള അറബ് രാഷ്ട്രങ്ങളിലെ അമേരിക്കൻ എയർബേസുകളിലേക്ക്, പ്രധാനപ്പെട്ട എയർബേസുകളിലൊക്കെ അവർ തിരിച്ചടിക്കുന്നു. 5000 കിലോമീറ്റർ റേഞ്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കയുടെ ഒരു റഡാർ സംവിധാനത്തിന് ഖത്തറില്ലാതായി, വലിയ നാശനഷ്ടം ഉണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങൾ IRGC പുറത്തേക്ക് പറയുന്നുണ്ട്. ഇരുവരും അവകാശവാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നു. ഇസ്രായേലും ഉന്നയിക്കുന്നു, ഇറാനും ഉന്നയിക്കുന്നു. യുദ്ധമുഖത്ത് ഈ പറയുന്ന സൈക്കോളജിക്കൽ മുൻകൈ നേടുക എന്നത് പ്രധാനമാണ്. അതുകൊണ്ട് അവകാശവാദങ്ങളുടെ തോത് കൂടും ഇരുപക്ഷത്തിൻ്റെയും. എന്തായാലും യുദ്ധം ഏതാണ്ട് പൂർണ്ണതോതിലേക്ക് വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറഞ്ഞത്, ഇറാനുള്ള സഹായം ഞങ്ങൾ എത്തിക്കുന്നു. എവിടെയാണ്? അവിടെ ഗാസയിലേക്കുള്ള അത്യാവശ്യ ഭക്ഷണ സാധനങ്ങൾ അടക്കം കൊണ്ടുവന്ന് വഴി അടച്ചിരിക്കുന്നു. ആ വഴി അടച്ചിട്ടാണ്, അവിടുത്തെ സഹായം നിഷേധിച്ചിട്ടാണ് 85 കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കുന്ന രീതിയിൽ ഇറാനിലേക്കുള്ള സഹായം ഇസ്രായേലും അമേരിക്കയും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സഹായം എത്തിക്കലിൽ കുറേയധികം പേർ, ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെടാതിരിക്കാൻ നിർവാഹമില്ല. കാര്യം അത്രത്തോളം ശക്തമായ ആക്രമണം ഇറാൻ്റെ ആകാശത്ത് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരികെ ഇസ്രായേലിൻ്റെ ആകാശത്ത് ഇറാൻ്റെ സിജിൽ മിസൈലുകളടക്കം ഈ പറയുന്ന ഫത്ത 1, ഫത്ത 2 ഹൈപ്പർസോണിക് മിസൈലുകളടക്കം അവിടെയും തീമഴ തീർക്കുന്നുണ്ട്. അവിടെയും അയൺ ഡോമുകൾ നിർവീര്യമാക്കാൻ കഴിയുന്നുണ്ട് അവരുടെ ചെറിയ മിസൈലുകൾക്കെങ്കിലും. ഇപ്പുറത്ത് അതിനേക്കാൾ ഇരട്ടി തോതിൽ ഇസ്രായേൽ ആക്രമണം, 200 ഫൈറ്റർ ജെറ്റുകൾ അവിടെ തീമഴ പെയ്യിക്കുന്നു. തീയുടെ രാത്രിയാണ് ഈ രാത്രി, ജീവഹാനിയുടെയും തീമഴയുടെയും രാത്രിയാണെന്ന് ഉറപ്പായും പറയാം. അതേസമയം ഗൾഫ് രാഷ്ട്രങ്ങളിൽ പക്ഷേ ഇപ്പോൾ രാത്രി ഈ സമയമാകുമ്പോൾ ഖത്തർ ഓൾമോസ്റ്റ് നിശബ്ദമാണ്, അബുദാബി ഓൾമോസ്റ്റ് നിശബ്ദമാണ്, കുവൈറ്റും അടക്കം ഏതെങ്കിലും ഗൾഫ് രാഷ്ട്രങ്ങൾ കഴിഞ്ഞ ഏറ്റവും ചുരുങ്ങിയത് ഒരു 1.5 മണിക്കൂറായി, 1 മണിക്കൂറായിട്ടെങ്കിലും ഏതെങ്കിലും തരത്തിൽ പുതിയ അറ്റാക്കുകൾ അല്ലെങ്കിൽ പുതിയ എയർബേസ് അറ്റാക്കുകളോ പുതിയ ജനവാസ മേഖല അറ്റാക്കുകളോ ഇപ്പോഴും അറിയാൻ കഴിയുന്നില്ല. അതിനിടയിൽ ആശങ്കയെ വന്ന് ബഹ്റൈനിലെ മനാമയിലുള്ള ജനവാസ മേഖലയിലെ ആക്രമണം തന്നെയാണ്. അത് വലിയ ആശങ്ക ഉറപ്പായും ഉണ്ടാകും. കാര്യം അമേരിക്കൻ എയർബേസുകളിൽ മാത്രം ആക്രമണം ഉണ്ടാവും എന്ന് ഇറാൻ എടുത്തു പറഞ്ഞതിന് ശേഷം ജനവാസ മേഖല ആക്രമണം ഉണ്ടായാൽ സ്വാഭാവികമായും ബഹ്റിനിൽ പിന്നെയും സൗണ്ട് കേൾക്കുന്നു എന്ന് പ്രിൻസ് പുരക്കൽ പറയുന്നുണ്ട്. ബഹ്റിൻ സേഫ് ആണോ? സംബഡി റിപ്ലൈ എന്ന് പറയുന്നുണ്ട്. സൈറൺ ഇൻ കുവൈറ്റ് എന്ന് പറയുന്നു അൻവർ ജിഫ്രി. ഇപ്പോൾ കുവൈറ്റിൽ അറ്റാക്ക് നടക്കുന്നുണ്ടെന്ന് സിയാസ് സിറാജുദ്ദീൻ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേർക്കുനേർ ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ദയവ് ചെയ്ത് എല്ലാവരും പറയാൻ പാടുള്ളൂ. കാര്യം നമ്മൾ പറയുന്നത് ഒരുപാട് പ്രവാസികളുടെ വീട്ടുകാരൊക്കെ വലിയ ആശങ്കയിൽ നമ്മളെ കേൾക്കുന്നുണ്ടാകും. അതുകൊണ്ട് ആ ഗൗരവം മനസ്സിലാക്കി കമൻറ്റ് ബോക്സിൽ പറയുന്നവർ നേർക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുക. അത് മുഖവിലേക്ക് എടുക്കുന്നുണ്ട്. കാര്യം ഏത് റിപ്പോർട്ടർമാർ എവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നേർക്കുനേർ ബോധ്യമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് പറയുന്നതായി കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാൻ സഹായകരമാവുക. അത് കാരണം നേർക്കുനേർ ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ കമന്റ് ബോക്സിൽ പറയാവൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.